സാധനം വെച്ചെടുക്കണം. ഇതിൽ എവിടെ നിന്ന് അഴിച്ചെന്ന് പറയത്തില്ല. വരാൻ തലവയ്ക്കാൻ 3 തവണ നടക്കുന്ന വഴി ഒരു സാമാനം കൊടുക്കുന്നു. ഈ സാമാനം എടുത്ത് കുടിച്ചോ. എന്റെ ഓസിൻ മൂഞ്ചിട്ട് എന്നോട് ചിലക്കാൻ വരുന്നടാ നാറി. വേണ്ടായിരുന്നു. ദിവാകരൻ എന്നതുകാരനായിരുന്നു. ആ തടത്തിൽ പറഞ്ഞ ദിവാകരൻ എവിടെയായിരിക്കും ഈ വീട്? നീ തട്ടിപ്പോയി കളിയടാ. ഇപ്പോഴത്തെ പിള്ളാര് എന്റെ പഴയ സ്വഭാവം എനിക്ക് ആ വല്യപ്പനോട് ചോദിക്കാം. വല്യപ്പ എന്ത് നാടാണ് വരുന്നവരും പോകുന്നവരും എല്ലാവരും എന്റെ മേത്തോട്ടാണല്ലോ കയറുന്നത്. ഈ ദിവാകരൻ ഏത് കാട്ടിക്കൊണ്ടാണോ ഇത് കൊണ്ട് വെച്ചിരിക്കുന്നത്? ആരൊക്കെ നാടിക്കും. നാട്ടിലെ ചെറ്റെല്ലാം പണിക്കും പോയി കാണും. ആ ഏതെങ്കിലും നാറികൾ വരുമായിരിക്കും. ഇതേ പോകുന്നൊരു നാറി. മനസ്സിലായില്ലേ? ഇല്ല. ആരാ? നിനക്ക് മനസ്സിലായില്ലേ? വിഷ്ണുവിന്റെ വീട്ടിൽ അന്ന് കഴിഞ്ഞ ഓണത്തിന് നമ്മൾ സാമാനവും മേടിച്ച് നമ്മൾ അവിടെ അടിച്ചു മറന്നു പോയി. നീ എനിക്കൊരെണ്ണം മേടിച്ചും തരാമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ നിന്റെ ചേട്ടന് ഇത് തന്നെ അവസ്ഥ. ഉപ്പിയുടെ കാര്യം പറയുമ്പോഴത്തേക്കും ആളെ അറിയത്തില്ല, ബോധമില്ല. ൂരോട്ടമല്ലോ ആണ്. എന്നാലായിട്ട് ഈ വിഷ്ണു ഏത് വിഷ്ണുവാ? കിഴക്കേപ്പാടത്തെ വിഷ്ണു ആ വേട്ടവളയിലുള്ള ആളാ. അതാണ് വലിയ കാര്യം. നമുക്കൊരെണ്ണം മേടിക്കും. ഞങ്ങൾ അടിക്കാൻ നിന്റെ എല്ലാ കാര്യവും ഓർമ്മ വരും. എന്റെ പൊന്നേട്ട് ഞാൻ ഡ്യൂട്ടിയില്ല. ഞാൻ സർക്കാർ ഉദ്യോഗസ്ഥരാണ്. എനിക്ക് അടിച്ചുകൊണ്ടിരിക്കാൻ സമയമില്ല. ഈ സർക്കാരിന്റെ സാമാനം മുന്നാരി ഞാൻ പറഞ്ഞത്. സർക്കാരിന്റെ തന്നെ സർക്കാർ ഉദ്യോഗസ്ഥരല്ല, പിന്നെ ആര് മുഞ്ചാണ്? ചേട്ടലാര് കൊള്ളാല്. പക്ഷേ എന്നാലും ചേട്ടന് കണ്ടതായിട്ട് എനിക്കിത് ഓർമ്മ വരുന്നില്ല. ചേട്ടന്റെ പേരെന്തായിരുന്നു പറഞ്ഞു? മോനെ ഈ കളത്തിപ്പറമ്പിൽ ദിവാകരന്റെ മോനെ അറിയാൻ പറ്റത്തില്ല. ആരാണ് ഈ നാട്ടിലുള്ളത്? ഓ കടത്തിൽ ദിവാകരൻ. ഇതാണ് വീട്. ആ അതെ, ഇതാ വീട്. എന്റെ പൊന്നു ചേട്ടാ, ഞാൻ ഈ വീട് തപ്പി തപ്പി നടക്കുമായിരുന്നു. എന്നാ ഞാൻ എന്റെ ഡ്യൂട്ടി ചെയ്യട്ടെ. മീറ്റർ ബോക്സ് എവിടെ ഇരിക്കില്ലേ? മീറ്റർ ബോക്സാ? നിനക്കെന്തിനാ മീറ്റർ ബോക്സ്? നിങ്ങൾ കറണ്ട് ബില്ലടിച്ചിട്ട് എത്ര നാളായി? ഞാനേ KCB തരുതേ. ആ ഫീസ് വരാൻ വന്നയാ. പൊന്ന് സാറാ, ചതിക്കരുത്. കള്ളും പോയി, കൊണ്ടായിരുന്ന കരണ്ടും പോയി, എന്റെ കാര്യം മാറി.